ഹലോ ഫ്രണ്ട്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി പാർട്ട് 27 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ട്രിക്ക് ടു സോൾവ് എനി കോംപ്ലക്സ് സർക്യൂട്ട്സ്. ഏത് കോംപ്ലക്സ് സർക്യൂട്ടും സോൾവ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. ട്രിക്ക് ടു സോൾവ് എനി കോംപ്ലക്സ് സർക്യൂട്ട്സ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടാണ്, ശരിയല്ലേ? ഒന്നിലധികം സെല്ലുകളുണ്ട്, അതുപോലെയാണെങ്കിൽ റെസിസ്റ്റേഴ്സ് ഉണ്ട്, കുറേ ബ്രാഞ്ചുകളുണ്ട് അല്ലെങ്കിൽ കുറേ ലൂപ്പുകളുണ്ട്. ഇതൊരു കോംപ്ലക്സ് സർക്യൂട്ട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഓരോ റെസിസ്റ്ററിലൂടെയും ഒഴുകിയ കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഓരോ റെസിസ്റ്ററും ഡ്രോപ്പ് ചെയ്ത വോൾട്ടേജ് എത്രയാണ്? സോ നമ്മൾ സർക്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചോദിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണിത്, ശരിയല്ലേ? ഏതൊക്കെയാണ്? റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്, അതുപോലെ ആ റെസിസ്റ്റർ നഷ്ടപ്പെടുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? ഇതാണ് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൽ നിന്നും ഓരോ റെസിസ്റ്ററിലൂടെയും കടന്നുപോയ കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? അതുപോലെ ഓരോ റെസിസ്റ്ററും നശിപ്പിച്ച വോൾട്ടേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ സാധാരണ എന്ത് ചെയ്യും? കിർച്ചോഫിൻ്റെ വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യും. ആക്ച്വലി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്, ശരിയല്ലേ? കുറേ സ്റ്റെപ്പിലൂടെ കടന്നു പോകണം. ആദ്യം എന്ത് ചെയ്യണം? ആദ്യമാണെങ്കിൽ കറണ്ടിനെ ഒഴുക്കി വിടണം, പിന്നെ പൊളാരിറ്റി മാർക്ക് ചെയ്യണം, ലൂപ്പ് കൺസിഡർ ചെയ്യണം, പിന്നെ ഇക്വേഷൻ എഴുതണം, പിന്നെ അത് സോൾവ് ചെയ്യണം, പിന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കുറേ സ്റ്റെപ്പിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്കാണെങ്കിൽ കിർച്ചോഫിൻ്റെ വോൾട്ടേജ് റൂൾ പ്രകാരം ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കിർച്ചോഫിൻ്റെ വോൾട്ടേജ് റൂളാണോ അതോ കറണ്ട് റൂളാണോ ഏറ്റവും എളുപ്പം? നിങ്ങൾ പറയും, നിങ്ങൾ ആദ്യം പഠിച്ച കറണ്ട് റൂളാണ് ഏറ്റവും എളുപ്പം, ശരിയല്ലേ? ഫസ്റ്റ് ലോ ആണ് എളുപ്പം. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്, അത് അപ്ലൈ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അങ്ങനെയെങ്കിൽ ഏത് കോംപ്ലക്സ് സർക്യൂട്ടിനെയും കിർച്ചോഫിൻ്റെ കറണ്ട് റൂൾ കൊണ്ട് സോൾവ് ചെയ്യാൻ കഴിഞ്ഞാലോ വളരെ സിമ്പിൾ ആവും, ശരിയല്ലേ? കിർച്ചോഫിൻ്റെ കറണ്ട് റൂൾ എന്താ പറയുന്നത്? ജംഗ്ഷനിലേക്ക് മീറ്റ് ചെയ്ത ആകെ കറണ്ടിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ കുറേ കറണ്ട് അത് ജംഗ്ഷനിലേക്ക് മീറ്റ് ചെയ്യുകയാണ്, അങ്ങനെയെങ്കിൽ ആ കറണ്ടിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ കിർച്ചോഫിൻ്റെ ജംഗ്ഷൻ റൂളും അതുപോലെ ബേസിക് ഓംസ് ലോയും വെച്ചിട്ട് നമുക്ക് ഏത് കോംപ്ലക്സ് സർക്യൂട്ടിനെയും സോൾവ് ചെയ്യാൻ കഴിയും. ആ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ടെക്നിക്ക് ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല, ഇത് മുന്നേ ഉള്ള മെത്തേഡാണ്. ഇത്തരം മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് നോഡൽ അനാലിസിസ്. നിങ്ങളുടെ നീറ്റ് JEE എക്സാംസിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു മെത്തേഡാണ്, ഒരു ട്രിക്കാണ് നോഡൽ അനാലിസിസ്. നമ്മൾ അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഈ കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് സോൾവ് ചെയ്യുന്നത്? സർക്യൂട്ട് സോൾവ് ചെയ്യാൻ നിങ്ങൾ ഈ സർക്യൂട്ടിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ 0 വോൾട്ട് പരിഗണിക്കണം. ഞാൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു ഭാഗം എടുക്കുക. ഞാൻ ഈ ഭാഗം എടുത്തു. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? 0 വോൾട്ടാണ് വിചാരിച്ചോ. സോ ഈ പോയിന്റിലെ വോൾട്ടേജ് 0 ആണ്. അങ്ങനെയെങ്കിൽ ഈ പോയിന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ലൈൻ്റെയും വോൾട്ടേജ് 0 ആയിരിക്കും. എപ്പോൾ വരെ? ഒരു എലമെൻറ്റ് ഉണ്ടാകുന്നത് വരെ. സോ ഇതൊരു എലമെൻ്റ് ഉണ്ട്, അങ്ങനെയെങ്കിൽ ഇവിടം വരെ 0 വോൾട്ട് ആയിരിക്കും. ഇതിനപ്പുറം 0 വോൾട്ടാണോ? അല്ല. ഈ ലൈൻ ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ വരികയാണ്, ഇവിടം വരെ ഒരു എലമെൻറ്റും ഇല്ല, അതായത് ഇവിടം വരെ 0 വോൾട്ടാണ്. ഇനിയാണെങ്കിൽ ഇവിടം വരെ 0 വോൾട്ടാണ്, ഇനി ഇവിടം വരെയും 0 വോൾട്ടാണ്. പക്ഷേ എലമെൻറ്റിനപ്പുറം 0 വോൾട്ടാണോ? അല്ല. എലമെൻറ്റിനപ്പുറം 0 വോൾട്ട് അല്ല, നമുക്കറിയത്തില്ല എത്ര വോൾട്ടാണെന്ന്. നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഇവിടെയുള്ള വോൾട്ട് എത്രയാണ്? 0 വോൾട്ടാണ്. സോ നമുക്ക് ഇതുപോലെ സർക്യൂട്ടിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ 0 വോൾട്ട് പരിഗണിക്കാം. സോ ഞാൻ പരിഗണിച്ചു, ഇവിടെയാണ് 0 വോൾട്ട് പരിഗണിച്ചത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇതൊരു സെല്ലുണ്ട്. സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 8 വോൾട്ട് ആണ്. അതായത് ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ എത്രയായിരിക്കണം? 8 വോൾട്ട് ആയിരിക്കണം. സോ നമ്മൾ പരിഗണിച്ച് ഹയർ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 വോൾട്ട്. അങ്ങനെയെങ്കിൽ ലോവർ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ഇത് 0 ആണെങ്കിൽ ഇത് -8 ആയിരിക്കും. ശരിയാണോ? ഇവിടുത്തെ വോൾട്ടേജ് -8 ആയിരിക്കും. അങ്ങനെയെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കി. സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ് പിടിക്കുന്നത്? ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ. സോ 0 മൈനസ് -8 എത്ര കിട്ടും? 8 വോൾട്ട് കിട്ടും. സോ സെല്ലിൻ്റെ വോൾട്ടേജ് എത്രയാണ്? 8 വോൾട്ട് ആണ്. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? -8 ആയിരിക്കും. ഈ കാര്യം മനസ്സിലായോ? ഒരിക്കലും തിരിഞ്ഞു പോരുത്. നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു, ഒരു സെല്ലുണ്ടെങ്കിൽ സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനൽ നമ്മൾ 0 വോൾട്ട് എടുക്കാൻ പറഞ്ഞായിരുന്നു. ആ ഒരു കോൺസെപ്റ്റുമായിട്ട് ഇത് തിരിഞ്ഞു പോരുത്. നമ്മളിവിടെയാണെങ്കിൽ ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ 0 പരിഗണിച്ചുകൊണ്ട് ഇവിടം വരെ 0 ആയി മാറി. നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ, ഇവിടം വരെ 0 ആണ്. ഇനിയാണെങ്കിൽ ഒരു സെല്ലുണ്ട്, സെല്ലിന് അപ്പുറം എത്ര പൊട്ടൻഷ്യൽ ആയിരിക്കും? 8 വോൾട്ടിൻ്റെ സെല്ലാണെങ്കിൽ അതിൻ്റെ ഹയർ പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആണെങ്കിൽ അതിൻ്റെ ലോവർ പൊട്ടൻഷ്യൽ -8 വോൾട്ട് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതാണ് -8 വോൾട്ട്. ഇനി നമുക്ക് അടുത്ത ലൂപ്പ് എടുക്കാം. സോ ഇത് 0 വോൾട്ടാണ്. ഈ 0 വോൾട്ട് ഇവിടം വരെ വന്നു. ഇനി വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കും. ഇനി ഇവിടുത്തെ വോൾട്ടേജ് എനിക്ക് അത്രയും അറിയത്തില്ല. നമുക്കറിയാം വോൾട്ടേജ് ഡ്രോപ്പ് വേണമെങ്കിൽ കറണ്ടൊക്കെ വേണം. സോ കറണ്ട് എനിക്കറിയത്തില്ല, അങ്ങനെയെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് എനിക്കറിയത്തില്ല. ശരിയല്ലേ? ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം.
ഇവിടെയാണെങ്കിൽ എത്ര വോൾട്ടാണ്? 0 വോൾട്ടാണ്. സോ ഇവിടം വരെ 0 വോൾട്ടാണ്. അങ്ങനെയെങ്കിൽ ഈ സെല്ലിൻ്റെ ലോവർ പൊട്ടൻഷ്യലാണ് 0 വോൾട്ട്. ഹയർ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ഇത് പ്ലസ് ആയതുകൊണ്ട് 0 പ്ലസ് 10 വോൾട്ട് എത്ര കിട്ടും? 10 വോൾട്ട്. ശരിയല്ലേ? നോക്ക്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര വേണം? 10 വോൾട്ട് വേണം. സോ ലോവർ പൊട്ടൻഷ്യലിൻ്റെ വോൾട്ടേജ് എത്രയാണ്? 0 വോൾട്ടാണ്. സോ ഹയർ പൊട്ടൻഷ്യൽ എത്രയായിരിക്കണം? 10 വോൾട്ട് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ നമുക്ക് 10 വോൾട്ട് കിട്ടത്തുള്ളൂ. ശരിയല്ലേ? സോ എത്രയാണ്? 10 വോൾട്ട്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം 10 വോൾട്ട് ആയിരിക്കും. ശരിയല്ലേ? ഇതെല്ലാം എന്തായിരിക്കും? 10 വോൾട്ട് ആയിരിക്കും. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? 10 വോൾട്ട്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? 10 വോൾട്ട്. ഇനി ഇവിടെ ഒരു സെല്ലുണ്ട്. നോക്ക്, ഈ സെല്ലാണെങ്കിൽ ഇവിടം വരെ 10 വോൾട്ട് ആണ്. ഈ സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലുള്ള പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ഇത് 10 വോൾട്ട് ആണെങ്കിൽ 10 മൈനസ് 4 ആയിരിക്കും ഇവിടെ. ശരിയാണോ? 10ൽ നിന്നും 4 കുറയും. സോ 10 മൈനസ് 4 എത്രയാണ്? 6 വോൾട്ട്. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 6 വോൾട്ട് ആയിരിക്കും. എന്നാൽ മാത്രമേ ഈ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 4 വോൾട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? 6 വോൾട്ട് ആണ്. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 6 വോൾട്ട് ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? 0 വോൾട്ട് ആണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഈ റെസിസ്റ്ററിലൂടെ കടന്നുപോയ കറണ്ടിൻ്റെ വാല്യൂ അത് കണ്ടുപിടിക്കാൻ കഴിയുമോ? കണ്ടുപിടിക്കാൻ കഴിയും. എങ്ങനെയാണ്? നമുക്കറിയാം കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. സോ ഇവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിസ്റ്ററിന് എക്രോസ് ഉള്ള വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ എത്ര കിട്ടും? ഹയർ പൊട്ടൻഷ്യൽ 6 വോൾട്ട് ആണ്. സോ 6 മൈനസ് ലോവർ പൊട്ടൻഷ്യൽ 0 ആണ്. സോ ഇതാണ് ഈ റെസിസ്റ്ററിൻ്റെ ടെർമിനൽസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ശരിയല്ലേ? ഡിവൈഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? 2 ആണ്. സോ 6 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 3 ആംപിയർ. സോ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എങ്ങനെ ഒഴുകുന്നത്? ഇങ്ങനെയായിരിക്കും ഒഴുകുന്നത്. അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 3 ആംപിയർ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത റെസിസ്റ്റർ എടുക്കാം. ഈ റെസിസ്റ്ററിൻ്റെ എക്രോസ് ഉള്ള കറണ്ട് എത്രയാണ്? നമുക്ക് ഇവിടുത്തെ കറണ്ട് വേണമെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ശരിയല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 10 മൈനസ് 0. സോ 10 മൈനസ് 0 ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 10 മൈനസ് 0 ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? 2 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 5 ആംപിയർ. സോ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? 5 ആംപിയർ ആണ്. ഇനി നമുക്ക് ഈ റെസിസ്റ്ററിനെ എടുക്കാം. ഈ റെസിസ്റ്ററിൻ്റെ ടെർമിനൽസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? നമുക്കറിയാം ഇത് ഹയർ പൊട്ടൻഷ്യലാണ്, ഇത് ലോവർ പൊട്ടൻഷ്യലാണ്. സോ കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഹയർ പൊട്ടൻഷ്യൽ 10 മൈനസ് 8. ശരിയാണോ? ഈ മൈനസും കൂടെ പരിഗണിക്കണം. ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? 2. സോ 18 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 9 ആംപിയർ. 9 ആംപിയർ എങ്ങനെ ഒഴുകുന്നത്? അത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ഒഴുകുന്നത്. ശരിയല്ലേ? സോ അതിങ്ങനെയാണ് ഒഴുകുന്നത്. അങ്ങനെയെങ്കിൽ ഈ റെസിസ്റ്റർ നഷ്ടപ്പെടുത്തിയ വോൾട്ടേജ് എത്രയാണ്? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. സോ 9 ഇൻറ്റു 2 18 വോൾട്ട് നഷ്ടപ്പെടുത്തും. ഇവ നഷ്ടപ്പെടുത്തിയതോ 5 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 10 വോൾട്ട് നഷ്ടപ്പെടുത്തും. ഇവ നഷ്ടപ്പെടുത്തിയതോ 3 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 6 വോൾട്ട്. ഇതാണ് ഇവ നഷ്ടപ്പെടുത്തിയത്. സോ സിമ്പിളായിട്ട് നമുക്ക് വലിയ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതെ ഏറ്റവും എളുപ്പത്തിൽ ഓരോ റെസിസ്റ്റർ നഷ്ടപ്പെടുത്തിയ വോൾട്ടേജ് ഡ്രോപ്പും അതുപോലെ ഓരോ റെസിസ്റ്ററിലൂടെയും കടന്നുപോയ കറണ്ടിൻ്റെ വാല്യൂ കിട്ടും. ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു തവണ സ്വന്തമായി ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെയും ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് ഉണ്ട്. ചോദിച്ചിരിക്കുന്നത് ഈ റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ട് എത്രയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്. സോ നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പഠിച്ച നോഡൽ അനാലിസിസ് വഴി ഈ സർക്യൂട്ടും സോൾവ് ചെയ്യാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഒരു 0 വോൾട്ട് കൺസിഡർ ചെയ്യണം. സോ ഞാൻ പറയുകയാണ്, ഇതാണ് 0 വോൾട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും കൺസിഡർ ചെയ്യാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ സെയിം തന്നെ വരും. സോ ഇതെന്താണ്? 0 വോൾട്ട്. അങ്ങനെയെങ്കിൽ ഇത് 0 വോൾട്ട് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 0 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 10 വോൾട്ട് ആയിരിക്കും. സോ ഇത്രയും ഭാഗത്തെ വോൾട്ട് എത്രയാണ്? 10 വോൾട്ട്. സോ ഇത് 10 വോൾട്ട് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതെന്ന് പറഞ്ഞാൽ 14 വോൾട്ട് ആയിരിക്കും. ശരിയല്ലേ? ഇത്രയും 10 വോൾട്ട് ആണെങ്കിൽ ഇത് എത്രയായിരിക്കണം? 14 വോൾട്ട് ആയിരിക്കണം. ഇനി ഇത്രയും ഭാഗം 0 വോൾട്ട് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതെന്ന് പറയണത് 0 പ്ലസ് 2 എത്ര കിട്ടും? 2 വോൾട്ട് ആയിരിക്കും. സോ നമുക്ക് ഓരോ റെസിസ്റ്ററിൻ്റെയും എക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ശരിയല്ലേ?
നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റർ എടുക്കാം. ഇതാണ് ഫസ്റ്റ് റെസിസ്റ്റർ ഐ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ. ശരിയല്ലേ? സോ 10 മൈനസ് 2 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? 2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 4 ആംപിയർ. സോ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? 4 ആംപിയർ ആണ് ഇതിലൂടെ ഒഴുകിപ്പോയത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് ഇതിനെടുക്കാം. ഇതിലൂടെ ഒഴുകിപ്പോയ കറണ്ട് എത്രയാണ്? സോ ഇവിടെ 14 ആണ്, ഇത് 0 ആണ്. 14 മൈനസ് 0 ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ അടുത്ത കറണ്ട് എന്ന് പറയുന്നത് ഈ കറണ്ട് എന്ന് പറയുന്നത് 14 മൈനസ് 0. സോ കറണ്ട് ഇവിടെ ഇങ്ങനെയാണ് ഒഴുകുന്നത്. ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് 14 മൈനസ് 0 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 7 ആംപിയർ. സോ ഇവിടുത്തെ കറണ്ട് എത്രയാണ്? 7 ആംപിയർ ആണ്. ഇതിലൂടെ 7 ആംപിയർ ഒഴുകിപ്പോയി. അങ്ങനെയെങ്കിൽ ഇവ നശിപ്പിക്കുന്ന വോൾട്ട് എത്രയാണ്? 7 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 14 വോൾട്ട്. ഇവ നഷ്ടപ്പെടുന്നതാണെങ്കിലോ 4 ഇൻറ്റു 2 8 വോൾട്ട്. സോ ഇവൻ 8 വോൾട്ട് നഷ്ടപ്പെടുത്തും, ഇവനാണെങ്കിൽ 14 വോൾട്ടും നഷ്ടപ്പെടുത്തും. സർക്യൂട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. ഇതാണ് നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ. വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് സ്വന്തമായിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നോക്കാം നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനാണെങ്കിൽ ഇത്രയും ഭാഗത്തിൻ്റെ പൊട്ടൻഷ്യൽ 0 എടുക്കാൻ പോവുകയാണ്. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 ആണ്. അങ്ങനെയെങ്കിൽ ഇത്രയും ഭാഗത്തിൻ്റെ പൊട്ടൻഷ്യൽ 0 ആണ്. ഇനി ഇങ്ങോട്ട് പോകാം. ഇതാണെങ്കിൽ പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. സോ ഇത് -2 എന്ന് വരും. ഇവിടുത്തെ പൊട്ടൻഷ്യൽ -2 വോൾട്ട്. ഇനി ഇങ്ങോട്ട് വരികയാണ്. ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. സോ 0 + 12 എത്ര കിട്ടും? 12 വോൾട്ടും കൂടെ കിട്ടും. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 12 വോൾട്ട് ആണ്. ഇനി ഇങ്ങോട്ട് വരാം. ഇവിടെ റെസിസ്റ്റർ ആണൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇങ്ങോട്ട് വരാം. സെല്ലുണ്ട്. സോ നമുക്ക് വീണ്ടും ഇവിടെ എന്ത് ചെയ്യാം? പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യാം. സോ 0 വോൾട്ട് ആണ്, ഇത് 2 ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആണ് 2 വോൾട്ട്. ഇനിയാണ് നമുക്ക് ഇവിടെ എത്താം. ഇവിടെ 12 വോൾട്ട് ആണ്. ശരിയല്ലേ? ഇത് 12 ആണെങ്കിൽ ഇത് നേരെ ഇങ്ങോട്ട് വരികയാണ്. ഇതെല്ലാം 12 വോൾട്ട് ആണ്. ഇവിടെ വരെ 12 വോൾട്ട് ആണ്. ഇനിയാണെങ്കിൽ 12 പ്ലസ് ഇത് പ്ലസ് ആണ്. ശരിയല്ലേ? ഇത് പോസിറ്റീവ് ടെർമിനലാണ്. സോ 12 + 4 വോൾട്ട് എത്ര കിട്ടും? 16 വോൾട്ട്. സോ ഇവിടുത്തത് 16 വോൾട്ട് ആണ്. ഇത് 0 വോൾട്ട് ആണ്. ശരിയല്ലേ? സോ ഈ റെസിസ്റ്ററിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനിയാണ് ഇത് 12 വോൾട്ട് ആണ്. ഇത് ഇങ്ങോട്ട് വരികയാണ്. ഇത് 6 വോൾട്ട് ആണ്. ഇത് കുറഞ്ഞു പോകും, കാര്യം നെഗറ്റീവ് ടെർമിനലാണ്. നെഗറ്റീവിലേക്ക് പോകുമ്പോൾ കുറഞ്ഞു പോകും. സോ 12ൽ നിന്നും 6 കുറഞ്ഞു പോകും. എത്ര കിട്ടും? 6. സോ 6 വോൾട്ട് ഇവിടെ എത്തി. ഈ 6 വോൾട്ട് ഇവിടെ, ഇത് 2 വോൾട്ട് ഇവിടെ. സോ ഇവിടുത്തെ റെസിസ്റ്ററിൻ്റെ കാര്യത്തിലും തീരുമാനമായി. ഇനി വേറെ റെസിസ്റ്റർ ഉണ്ട്. ഇത് -2 ആണ്, ഇത് 12 ആണ്. ശരിയല്ലേ? സോ ഈ റെസിസ്റ്ററിൻ്റെ കാര്യത്തിലും തീരുമാനമായി. ഇത് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. ഇവിടുത്തെ കറണ്ട് I1 ആണെന്ന് വിചാരിച്ചോ. സോ I1 വിച്ച് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? ഹയർ പൊട്ടൻഷ്യൽ 12 മൈനസ് ലോവർ പൊട്ടൻഷ്യൽ -2 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 14 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 7 ആംപിയർ. സോ ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും കറണ്ട് ലോവർ പൊട്ടൻഷ്യലിലേക്ക് പോകും. ശരിയല്ലേ? എത്രയാണ്? 7 ആംപിയർ. ഇനി നമുക്ക് അടുത്ത റെസിസ്റ്റർ എടുക്കാം. ഇതാണ് അടുത്ത റെസിസ്റ്റർ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? ഇത് ഹയർ പൊട്ടൻഷ്യലാണ് 16 വോൾട്ട്. ഇത് ലോവർ പൊട്ടൻഷ്യലാണ് 0 വോൾട്ട്. സോ ഇതാണ് I2 എന്ന കറണ്ട്. I2 വിച്ച് ഈസ് ഈക്വൽ ടു ഹയർ പൊട്ടൻഷ്യൽ 16 മൈനസ് ലോവർ പൊട്ടൻഷ്യൽ 0 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 16 ഡിവൈഡ് ബൈ 2 8 ആംപിയർ. സോ ഇതിലൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? 8 ആംപിയർ. സോ ഇതും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഈ റെസിസ്റ്റർ എടുക്കാം. ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് I3. സോ I3 വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? ഹയർ പൊട്ടൻഷ്യൽ 6 ആണ്. 6 മൈനസ് ലോവർ പൊട്ടൻഷ്യൽ 2 ആണ്. ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 2 ആംപിയർ. സോ ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് എത്രയാണ്? 2 ആംപിയർ ആണ്. 2 ആംപിയർ ഇങ്ങനെ കടന്നു പോകും. ഇനി വോൾട്ടേജ് ഡ്രോപ്പ് ആണെങ്കിൽ 7 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 14 വോൾട്ട് നഷ്ടപ്പെടുത്തും. 16 ഇൻറ്റു 2 32 വോൾട്ട് നഷ്ടപ്പെടുത്തും. അതുപോലെ 2 ആംപിയർ ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 4 വോൾട്ട് ഇവൻ നഷ്ടപ്പെടുത്തും. സോ ഓരോ ആൾക്കാർ നഷ്ടപ്പെടുത്തിയ വോൾട്ടേജിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. സോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത്തരം സർക്യൂട്ട് എല്ലാം സോൾവ് ചെയ്യാൻ കഴിയും. ശരിയല്ലേ? ഇനി നമുക്ക് പലപ്പോഴും സിമ്പിളായിട്ട് ഇതുപോലെ സർക്യൂട്ടിനെ സോൾവ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പലപ്പോഴും ക്വസ്റ്റ്യനിൽ ചില കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സ് കയറി വരും. അങ്ങനെയെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഈ സർക്യൂട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് നമ്മളുടെ പഴയ കണക്കുള്ള ക്വസ്റ്റ്യൻ അല്ലേ, ഇതും സിമ്പിൾ സർക്യൂട്ട് അല്ലേ, നമ്മൾ പഴയ കണക്ക് പഴയ പഠിച്ച രീതിയിലൊക്കെ ആൻസർ ചെയ്യാൻ കഴിയത്തില്ലെന്ന് തോന്നും.
ആക്ച്വലി പഴയ കണക്ക് ആൻസർ ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് നോക്കാം കാരണം എന്താണെന്ന് നോക്കാം. സോ ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യണം, സർക്യൂട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് 0 വോൾട്ട് പരിഗണിക്കണം. സോ ഞാൻ ഇവിടെ 0 വോൾട്ടിനെ പരിഗണിച്ചു. അങ്ങനെയെങ്കിൽ ഇതെല്ലാം 0 ആണ്, ശരിയല്ലേ? ഇതെല്ലാം 0 ആണ്, ഇവിടം വരെ 0 ആണ്. ഇനി ഇത് കഴിഞ്ഞ് പോവുകയാണ്, ഇത് പ്ലസ് ആണ്, സോ +6. ഇനിയാണെങ്കിൽ ഇതെല്ലാം 0 ആണ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വോൾട്ട്. ഇതെല്ലാം 0 ആണ്, ഇതിങ്ങനെ വരികയാണ്, ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. സോ നമുക്ക് 0 - 2 വിച്ച് ഈസ് ഈക്വൽ ടു -2 വോൾട്ട്. സോ നമുക്ക് എവിടെയൊക്കെ പൊട്ടൻഷ്യലിനെ അപ്ലൈ ചെയ്യാൻ കഴിയുമോ അവിടെയെല്ലാം നമ്മൾ പൊട്ടൻഷ്യലിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയാണെങ്കിൽ ഏതെങ്കിലും പോയിന്റ് നമുക്ക് ഇതുപോലെ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നോക്ക്, ഇത് റെസിസ്റ്റർ ആണ്, റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ നമുക്ക് അറിയത്തില്ല, ശരിയല്ലേ? ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഓരോ റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്ന കറണ്ട് എത്രയാണ്, അല്ലെങ്കിൽ ഓരോ റെസിസ്റ്ററിൻ്റെയും വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ അറിയാം, ഇവിടുത്തെ പൊട്ടൻഷ്യൽ അറിയാമോ? ഇല്ല. ഇവിടുത്തെ പൊട്ടൻഷ്യൽ അറിയാം, ഇവിടുത്തെ പൊട്ടൻഷ്യൽ അറിയാമോ? ഇല്ല. ഇവിടുത്തെ പൊട്ടൻഷ്യൽ അറിയാം, ഇവിടുത്തെ പൊട്ടൻഷ്യൽ അറിയാമോ? ഇല്ല. സോ നമുക്ക് അറിയേണ്ടത് ഇവിടുത്തെ പൊട്ടൻഷ്യലാണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സർക്യൂട്ട് സോൾവ് ആയി കഴിഞ്ഞു, ശരിയല്ലേ? ഞാൻ പറയുകയാണ്, ഈ ജംഗ്ഷനിലെ പൊട്ടൻഷ്യൽ എക്സ് ആണെന്ന് എഴുതിക്കോ. സോ ഈ ജംഗ്ഷനിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? എക്സ് ആണ്. അത് മാത്രമല്ല ഈ എക്സിൻ്റെ വാല്യൂ വളരെ വലുതാണ്, അത് ഹയർ പൊട്ടൻഷ്യൽ ആണ്. സോ എന്താണ് വിചാരിക്കേണ്ടത്? ഇതൊരു ജംഗ്ഷനാണ്, അൺനോൺ ജംഗ്ഷനാണ്, ഈ ജംഗ്ഷനിലെ പൊട്ടൻഷ്യൽ എക്സ് ആണ്. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹയർ പൊട്ടൻഷ്യൽ ആണ്. അങ്ങനെയെങ്കിൽ കറണ്ട് എങ്ങനെ ഒഴുകുന്നത്? കറണ്ട് ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് ഒഴുകും. കറണ്ട് ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് ഒഴുകും. കറണ്ട് ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് ഒഴുകും. ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായും സംശയം വരാം, ജംഗ്ഷനിലേക്ക് കറണ്ട് എത്തിയാൽ മാത്രമേ ജംഗ്ഷനിൽ നിന്ന് കറണ്ട് ഇറങ്ങിപ്പോവുകയുള്ളൂ, ശരിയല്ലേ? പക്ഷേ ഞാൻ വരച്ചേക്കുന്നത് എങ്ങനെയാണ്? എല്ലാ കറണ്ടും ജംഗ്ഷനിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഏത് കറണ്ടാണ് ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്നത്? നമുക്കറിയാം ജംഗ്ഷനിലേക്ക് വന്നാൽ മാത്രമേ ജംഗ്ഷനിൽ നിന്നും ഇറങ്ങാൻ കഴിയത്തുള്ളൂ, ശരിയല്ലേ? നമുക്ക് ഇവിടെ 3 കറണ്ടും ജംഗ്ഷനിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഏത് കറണ്ടാണ് ജംഗ്ഷനിലേക്ക് വന്നു ചേർന്നത്? ഞാനിവിടെ വരച്ച ഏതാണ്ടൊരു കറണ്ട് ജംഗ്ഷനിലേക്ക് വന്നു ചേർന്നതാണ്. ഒരുപക്ഷെ ഒരു കറണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ 2 കറണ്ട് ആയിരിക്കാം. ഇതിൽ ഏതെങ്കിലും 2 കറണ്ട് അല്ലെങ്കിൽ ഒരു കറണ്ട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നതായിരിക്കും. പക്ഷെ ഞാൻ വരച്ചിരിക്കുന്നത് തിരിച്ചാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് കിട്ടുന്ന ആൻസർ ഐൻ്റെ വാല്യൂ എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. സോ നമുക്ക് ഫൈനൽ ആൻസർ ചെയ്യുമ്പോൾ നമുക്കത് നെഗറ്റീവ് കിട്ടും. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ വരച്ച കറണ്ടിൻ്റെ ഡയറക്ഷൻ തെറ്റാണ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ തിരിച്ചാണ് വരയ്ക്കേണ്ടത്. സോ ഞാനിങ്ങനെ 3 കറണ്ടും ഈ രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്നിൽ കൂടുതൽ കറണ്ട് അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ കറണ്ട് എനിക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. അതിൻ്റെ മീനിങ് എന്താണ്? അത്തരം കറണ്ട് ജംഗ്ഷനിലേക്കാണ് വന്നു ചേരുന്നത്. സോ ഈ നിയമം അത്ര പവർഫുൾ ആണ്. ഞാൻ ഇങ്ങനെ വരച്ചാൽ കൂടി എന്ത് ചെയ്യും? അവസാനം നമുക്ക് മൈനസ് ആൻസർ കിട്ടും. ഈ മെത്തേഡ് പറഞ്ഞു തരും ഞാൻ വരച്ചിരിക്കുന്ന ഡയറക്ഷൻ തെറ്റാണ്. ഓക്കെ ആണല്ലോ? സോ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ എക്സ് എന്ന പോയിന്റ് ഹയർ പൊട്ടൻഷ്യൽ എടുക്കണം. ഹയർ പൊട്ടൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ ജംഗ്ഷനിൽ നിന്നായിരിക്കും കറണ്ട് ഒഴുകി പോകുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം കിർച്ചോഫിൻ്റെ ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ കറണ്ട് റൂൾ പറയുന്നത് എന്താണ്? ദ സം ഓഫ് കറണ്ട് മീറ്റ് അറ്റ് എ ജംഗ്ഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 0. ജംഗ്ഷനിലുള്ള ആ കറണ്ടിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതായത് I1 പ്ലസ് I2 പ്ലസ് I3ൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. നമുക്കിനി I1 കണ്ടുപിടിക്കാം. എന്താണ് I1 എന്ന് പറയുന്നത്? കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഇനി നോക്ക്, ഈ I1 എന്ന കറണ്ട് ഏതിലൂടെയാണ് കടന്നു പോകുന്നത്? ഈ റെസിസ്റ്ററിലൂടെയാണ് കടന്നു പോകുന്നത്, ശരിയല്ലേ? സോ ഈ റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് I1. അങ്ങനെയെങ്കിൽ റെസിസ്റ്ററിന് ഇടയിലുള്ള അല്ലെങ്കിൽ റെസിസ്റ്ററിൻ്റെ ടെർമിനൽസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്റൻസിൻ്റെ ടെർമിനൽസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ ആ റെസിസ്റ്റൻസ്, അതാണ് അതിലൂടെ കടന്നു പോകുന്ന കറണ്ട്. സോ I1 പകരം പറയാം ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എങ്ങനെ കണ്ടുപിടിക്കും? ഹയർ പൊട്ടൻഷ്യൽ. നമുക്കറിയാം ഇവിടുത്തെ പൊട്ടൻഷ്യൽ എക്സ് ആണ്. നോക്ക്, ഇതെല്ലാം എക്സ് ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എക്സ് ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ -2 ആണ്. സോ നമുക്ക് പറയാം ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ -2 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? 2 ആണ്. സോ ഇതാണ് I1 എന്ന് പറയുന്നത്. ഇനി പ്ലസ് നമുക്ക് അതുപോലെ എഴുതാം, I2 എഴുതാം. സോ എന്താണ് I2 എന്ന് പറയുന്നത്? ഇതാണ് I2. ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് I2. സോ I2 കണ്ടുപിടിക്കും. I2 എന്ന് പറയുന്നത് എന്താണ്? ഈ റെസിസ്റ്ററിൻ്റെ ടെർമിനൽസിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ. സോ ഹയർ പൊട്ടൻഷ്യൽ വീണ്ടും എക്സ് ആണ്. ലോവർ പൊട്ടൻഷ്യൽ -4 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? 2 ഓം പ്ലസ് നമുക്കിനി അടുത്തെടുക്കാം
ഇതാണ് നമ്മൾ അടുത്ത റെസിസ്റ്റൻസ്. ഇതാണ് I3 എന്ന കറണ്ട്. ഈ I3 എന്ന കറണ്ട് ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. സോ നമുക്കെടുക്കാം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഹയർ പൊട്ടൻഷ്യൽ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? എക്സ് ആണ്. സോ ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ 6 ആണ്, ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? 2 ആണ്. സോ ഇവിടുത്തെയും കറണ്ടിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. സോ I1നും I2നും I3ക്കും പകരം നമ്മൾ ഈ ടേംസിനെ അപ്ലൈ ചെയ്തു. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0. നമുക്കിതിൻ്റെ എല്ലാം LCM സെയിം ആണ്. സോ LCM എല്ലാം സെയിം ആണ്, 2 ആണ്. ഇനി ആഡ് ചെയ്യാം. എക്സ് മൈനസ് മൈനസ് 2, അതായത് എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 2, ഇത് എക്സ് മൈനസ് 4. സോ പ്ലസ് എക്സ് മൈനസ് 4, ഇത് പ്ലസ് എക്സ് മൈനസ് 6, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഈ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് എക്സ് 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 3x. ഇനി മൈനസ് 4 മൈനസ് 6 മൈനസ് 10 മൈനസ് 10 പ്ലസ് 2 മൈനസ് 8. സോ മൈനസ് 8 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0 കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്കറിയാം 3x വിച്ച് ഈസ് ഈക്വൽ ടു 8, എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ 3 വോൾട്ട് എന്ന് കിട്ടും. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? 8/3 ആണ്. അങ്ങനെയെങ്കിൽ ഇത് 8/3 ആണെങ്കിൽ ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? സോ നമുക്ക് I1 കണ്ടുപിടിക്കാം. I1 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ഹയർ പൊട്ടൻഷ്യൽ 8/3 മൈനസ് ലോവർ പൊട്ടൻഷ്യൽ മൈനസ് എത്രയാണ്? മൈനസ് 2 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? 2 ആണ്. സോ ഇതാണ് I1ൻ്റെ വാല്യൂ. ഇനി I2 കണ്ടുപിടിക്കാം. I2 വിച്ച് ഈസ് ഈക്വൽ ടു ഹയർ പൊട്ടൻഷ്യൽ എത്രയാണ്? 8/3 മൈനസ് ലോവർ പൊട്ടൻഷ്യൽ 4 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 2. സോ നമുക്ക് I2 കിട്ടി. ഇനി I3 കിട്ടും. I3 വിച്ച് ഈസ് ഈക്വൽ ടു ഹയർ പൊട്ടൻഷ്യൽ 8/3 മൈനസ് ലോവർ പൊട്ടൻഷ്യൽ 6 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 2. നമുക്ക് I3 കിട്ടും. നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ, I1ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടും 2.34 ആംപിയർ. ഇനി I2 കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടും -0.67. നോക്ക്, ഈ മൈനസ് വരാൻ കാരണം എന്താണ്? നമ്മളെടുത്ത കറണ്ടിൻ്റെ ഡയറക്ഷൻ തിരിഞ്ഞാണ്. സോ I2 ഇങ്ങോട്ടല്ല വരുന്നത്, I2 ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ശരിയല്ലേ? ഇനി I3 കിട്ടും -1.67 ആംപിയർ. സോ I3യും ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്, തിരിച്ചാണ് I3യും പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ജംഗ്ഷനിലേക്ക് വന്നു ചേർന്ന കറണ്ട് എത്രയാണ്? ഇത് രണ്ടുമാണ് ജംഗ്ഷനിലേക്ക് വന്നു ചേർന്നത്. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവനെ കിട്ടും. ജംഗ്ഷനിൽ നിന്നും ഇറങ്ങിപ്പോയ കറണ്ട് കിട്ടും. സോ ഇങ്ങനെയാണ് ഇത്തരം സർക്യൂട്ട് ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നത്. സോ ഇത്തരം മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് നോഡൽ അനാലിസിസ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ സ്വന്തമായി ചെയ്യാൻ നോക്കുക. സോ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് സ്വന്തമായിട്ട് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ നോക്കുക. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾ ചെയ്ത ആൻസർ ശരിയാണോ നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സർക്യൂട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് 0 വോൾട്ടിനെ കൺസിഡർ ചെയ്യണം. ഞാൻ ഇവിടെ 0 വോൾട്ട് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം 0 വോൾട്ടാണ്. ശരിയല്ലേ? ഇതെല്ലാം 0 വോൾട്ടാണ്. ഇവിടം വരെ 0 വോൾട്ടാണ്. ഇത് 2 വോൾട്ടാണ്. സോ ഇത് +2 ആയിട്ട് മാറും, ഇത് 2 വോൾട്ടായിട്ട് മാറും. ഇനി ഇങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, റെസിസ്റ്ററാണ് കിടക്കുന്നത്. ഇങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, റെസിസ്റ്റർ ഉണ്ട്. ഇത് 0 വോൾട്ടാണ്, ഇത് +8 വോൾട്ട്. ഇത് 0 വോൾട്ടാണ്, ഇത് +4 വോൾട്ട്. സോ ഇവിടം വരെ നമുക്ക് കണ്ടുപിടിച്ചു. +4 വോൾട്ടാണ്, ഇത് +8 വോൾട്ടാണ്. ഇനി ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഇവിടെ സെല്ലുണ്ട്, പക്ഷെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇവിടുന്ന് ഇങ്ങോട്ട് പോകാനും പറ്റത്തില്ല. സോ നമ്മളിവിടെ ട്രാപ്പായി. നമുക്കെന്ത് വേണം? ഇവിടുത്തെ പൊട്ടൻഷ്യലും കൂടെ അറിയാമെങ്കിൽ ബാക്കിയെല്ലാം സോൾവ് ചെയ്യാൻ പറ്റിയേനെ. നമ്മൾ പറയുകയാണ് ഇവിടുത്തെ പൊട്ടൻഷ്യലാണ് എക്സ്. അങ്ങനെയെങ്കിൽ ഇത് ഹയർ പൊട്ടൻഷ്യലാണ്. കറണ്ട് പോകുന്നത് എങ്ങനെയായിരിക്കും? I1 ഇങ്ങനെ ഒഴുകും, അതുപോലെ I2 ഇങ്ങനെ ഒഴുകും, I3 ഇങ്ങനെ ഒഴുകും. തീർന്നോ? ഇല്ല, I4 ഇങ്ങനെ ഒഴുകും. സോ ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും കറണ്ട് ബാക്കി എല്ലാ കൈവഴിയിലൂടെയും ഒഴുകും. സോ I1ഉം I2ഉം I3ഉം I4ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 0 കിട്ടും. നമ്മൾ പറയും I1 + I2 + I3 + I4 which is equal to 0. ഇത് നമുക്ക് നോക്കാം I1 എത്രയാണ്. സോ I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ്.
നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ശരിയല്ലേ? സോ വോൾട്ടേജ് എത്രയാണ്? ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജാണ്. ഹയർ പൊട്ടൻഷ്യൽ എക്സ് മൈനസ് ലോവർ പൊട്ടൻഷ്യൽ 2 ഡിവൈഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് ആണ് 2. സോ നമ്മൾ I1 കണ്ടുപിടിച്ച് കഴിഞ്ഞു. പ്ലസ് ഇനി I2 വേണം. ഇതാണ് I2 എന്ന് പറയുന്നത്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എക്സ് ആണ്. എക്സ് ഇങ്ങനെ വരികയാണ്. ഇവിടം വരെ എക്സ് ആണ്. ഇനി ഈ സെല്ലിന് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും അത് ഈ എക്സിൻ്റെ കൂടെ പ്ലസ് 6 കൂടെ വരും. സോ ഇത് എക്സ് പ്ലസ് 6 ആയിട്ട് മാറും. ശരിയല്ലേ? ഇത് എക്സ് പ്ലസ് 6 ആണ്. ഇത് 0 വോൾട്ട് ആണ്. സോ ഈ എക്സ് വോൾട്ട് ഇങ്ങനെ വരികയാണ്. ഇവിടുത്തെ വോൾട്ട് എക്സ് പ്ലസ് 6 ആയിട്ട് മാറും. സോ ഇവിടുത്തെ കറണ്ടാണ് ഹയർ പൊട്ടൻഷ്യൽ എത്രയാണ്? എക്സ് പ്ലസ് 6. എക്സ് പ്ലസ് 6 മൈനസ് ലോവർ പൊട്ടൻഷ്യൽ 0 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 2 പ്ലസ് ഇനി നമുക്ക് I3 എടുക്കാം. കറണ്ട് ഇങ്ങനെ വരികയാണ്. I3 ഇങ്ങനെയാണ്. ഇതാണ് ഹയർ പൊട്ടൻഷ്യൽ, ഇതാണ് ലോവർ പൊട്ടൻഷ്യൽ. സോ നമുക്ക് എഴുതാം ഹയർ പൊട്ടൻഷ്യൽ എക്സ് ആണ് മൈനസ് ലോവർ പൊട്ടൻഷ്യൽ എത്രയാണ്? അത് 8 ആണ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 2. ഇനി I4 എടുക്കാം. ഇതാണ് I4 എന്ന് പറയുന്നത്. ഈ എക്സ് ഇങ്ങനെ വരികയാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് മൈനസ് ആയി പോവും. സോ 2 കുറഞ്ഞു പോവും. ശരിയല്ലേ? സോ എക്സ് മൈനസ് 2 ആയിട്ട് ഇവിടെ മാറും. ഇവിടുത്തെ എത്രയാണ്? ഇവിടെ 4 ആണ്. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ വലുതാണ്, ഹയർ പൊട്ടൻഷ്യലാണ്, അത് വലിയൊരു പൊട്ടൻഷ്യലാണ്. എക്സ് മൈനസ് 2, ഇവിടുത്തെ പൊട്ടൻഷ്യൽ മൈനസ് 4 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? റെസിസ്റ്റൻസ് ആണ് 2. ഇതിൻ്റെ എല്ലാ സമത്ര കിട്ടും, 0 കിട്ടും. സോ നമുക്ക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ശരിയല്ലേ? നോക്ക്, ഇതിൻ്റെ എല്ലാം ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. സോ ഡിനോമിനേറ്റർ എല്ലാം കോമൺ എടുത്തു നമ്മൾ 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പഴയ കണക്കെല്ലാം 0 ആയി പോവും. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാം എക്സ് മൈനസ് 2, എക്സ് മൈനസ് 2 ഇനിയുണ്ട് പ്ലസ് ഇതെന്താണ്? എക്സ് പ്ലസ് 6, എക്സ് പ്ലസ് 6 എന്താണ്? എക്സ് മൈനസ് 8 പ്ലസ് ഇതെന്താണ്? എക്സ് മൈനസ് 6 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0 കിട്ടും. ഇനി നമുക്ക് എക്സിനെല്ലാം ആഡ് ചെയ്യാം. 1 2 3 4 4x. ഇത് പ്ലസ് 6 ഉണ്ട്, ഇത് മൈനസ് 6 ഉണ്ട്, അത് ക്യാൻസൽ ആയി പോകും. പിന്നെ ബാക്കി ആരുണ്ട്? മൈനസ് 2 മൈനസ് 8. സോ മൈനസ് 10 എന്ന് കിട്ടും. ഈ മൈനസ് 10 ഇവിടെ കൊണ്ടുവരാം. സോ 4x വിച്ച് ഈസ് ഈക്വൽ ടു 10 എന്ന് വരും. എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 10 ഡിവൈഡ് ബൈ 4, അതായത് 2.5 എന്ന് കിട്ടും. സോ ഇതാണ് എക്സിൻ്റെ വാല്യൂ. സോ എക്സിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ ബാക്കി എല്ലാത്തിൻ്റെ വാല്യൂ കിട്ടത്തില്ലേ? കിട്ടും. അങ്ങനെയെങ്കിൽ I1 വാല്യൂ എത്രയാണ്? I1 വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? I1 എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ 2 ആണ്. സോ എക്സ് എത്രയായിരുന്നു? എക്സ് എന്ന് പറഞ്ഞാൽ 2.5 ആണ്. മൈനസ് 2 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 0.25 ആംപിയർ. ഇനി അതുപോലെ I2ൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് പ്ലസ് 6 ഡിവൈഡ് ബൈ 2. സോ എക്സ് എത്രയാണ്? 2.5 പ്ലസ് 6 ഡിവൈഡ് ബൈ 2. ഇതിന് ആൻസർ കിട്ടും 4.25 ആംപിയർ. ഇനി ഇതുപോലെ x3 കണ്ടുപിടിക്കാം. x3 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 8 ഡിവൈഡ് ബൈ 2, അതായത് 2.5 മൈനസ് 8 ഡിവൈഡ് ബൈ 2. ഇതിന് ആൻസർ കിട്ടും മൈനസ് 2.75 ആംപിയർ. നോക്ക്, ഈ മൈനസ് കിട്ടാൻ കാരണം എന്താണ്? ഈ കറണ്ട് I3 എന്ന കറണ്ട് ഇങ്ങനെയല്ല വരുന്നത്, തിരിച്ചാണ് ഒഴുകുന്നത്. ഇനി I4 കണ്ടുപിടിക്കാം. I4 വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് മൈനസ് 6 ഡിവൈഡ് ബൈ 2. സോ 2.5 മൈനസ് 6 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1.75 ആംപിയർ. സോ നമുക്ക് ഓരോ ബ്രാഞ്ചിലൂടെ ഒഴുകിയ കറണ്ടിൻ്റെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഈ കാര്യം മനസ്സിലായോ? സോ ഇത്രയും കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് NCERT ടെക്സ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ NCERT ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 3.8. ഇത് സോൾഡ് എക്സൈസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു വീസ്റ്റോൺസ് ബ്രിഡ്ജ് ആണ്, പക്ഷേ ഇതൊരു ബാലൻസ്ഡ് വീസ്റ്റോൺസ് ബ്രിഡ്ജ് അല്ല. അങ്ങനെ ആകണമെങ്കിൽ നമുക്കറിയാം ഇതേ ഡിവൈഡ് ബൈ ഇതേ വിച്ച് ഈസ് ഈക്വൽ ടു ഇതേ ഡിവൈഡ് ബൈ ഇതായിരിക്കണം. അങ്ങനെയാണോ? അല്ല. 100 ഡിവൈഡ് ബൈ 60 വിച്ച് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ 5 അല്ല. സോ എന്ന് പറയുന്നത് ബാലൻസ്ഡ് വീസ്റ്റോൺസ് ബ്രിഡ്ജ് അല്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ഗാൽവോമീറ്ററിലൂടെ കറണ്ട് ഒഴുകും. എങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഗാൽവോമീറ്ററിലൂടെ ഒഴുകിയ കറണ്ട് എത്രയാണ്? IG ൻ്റെ വാല്യൂ എത്രയാണ്?
സോ തന്നിരിക്കുന്നത് 10 വോൾട്ടിൻ്റെ ഒരു സെല്ലാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ചെയ്തിരിക്കുന്നത് ക്രിച്ചോഫിൻ്റെ മെഷ് അനാലിസിസ് വഴി അല്ലെങ്കിൽ ക്രിച്ചോഫിൻ്റെ വോൾട്ടേജ് റൂൾ വഴിയാണ് നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച ഈസി മെത്തേഡിൽ ആൻസർ ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് സർക്യൂട്ടിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ 0 കണക്കാക്കണം. ഞാൻ കണക്കാക്കിയാണ് ഇവിടെ 0 വോൾട്ടാണ്. അങ്ങനെയെങ്കിൽ ഇത് 0 ആണെങ്കിൽ ഇത് എത്രയാണ്? 0 + 10 വോൾട്ട്. സോ ഇവിടുത്തെ വോൾട്ട് എത്രയാണ്? 10 വോൾട്ട്. സോ ഇവിടെ 10 വോൾട്ടാണ്, ഇവിടെ 0 വോൾട്ടാണ്. ഇനി ഇവിടുത്തെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് അറിയാമായിരുന്നെങ്കിൽ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാമായിരുന്നു. ഇനി ഞാൻ പറയുകയാണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എക്സ്. സോ കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒഴുകും, കറണ്ട് ഇങ്ങോട്ട് ഒഴുകും, അതുപോലെ കറണ്ട് ഇങ്ങോട്ടും ഒഴുകും. ശരിയല്ലേ? ഇതാണ് I1, ഇതാണ് I2, ഇതാണ് I3. ഇനി നമുക്കറിയാം സിഗ്മ ഐൻ്റെ വാല്യൂ എത്രയായിരിക്കണം? 0 ആയിരിക്കണം. സോ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാം അവിടെ. അതുകൊണ്ട് സിഗ്മ ഐൻ്റെ വാല്യൂ 0 ആയിരിക്കണം. സോ അതായത് I1 + I2 + I3 എത്രയായിരിക്കണം? 0 ആയിരിക്കണം. ഇത് നമുക്ക് I1 കണ്ടുപിടിക്കാം. I1 എത്രയാണ്? I1 എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസിലൂടെ ഒഴുകിപ്പോയ കറണ്ടാണ്. അതായത് ഹയർ പൊട്ടൻഷ്യൽ X ആണ്, മൈനസ് ലോവർ പൊട്ടൻഷ്യൽ 10 ആണ്, ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 100 ആണ്. പ്ലസ് ഇനി I2 വേണം. ഇതാണ് I2 എന്ന് പറയുന്നത്. ഇതാണ് ഹയർ പൊട്ടൻഷ്യൽ, ഇതാണ് ലോവർ പൊട്ടൻഷ്യൽ. പക്ഷേ ഈ പൊട്ടൻഷ്യൽ നമുക്കറിയാമോ? ഇല്ല. നമുക്കുകൊണ്ട് പറയാം Y. സോ ഈ പൊട്ടൻഷ്യലാണ് Y. സോ ഹയർ പൊട്ടൻഷ്യൽ, ഇത് ലോവർ പൊട്ടൻഷ്യൽ. നമുക്ക് പറയാം ഹയർ പൊട്ടൻഷ്യൽ X മൈനസ് Y ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? 15 ഓം. സോ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് 15 ഓം. ഇനി പ്ലസ് ഇനി I3 ഹയർ പൊട്ടൻഷ്യലാണ്, മൈനസ് ലോവർ പൊട്ടൻഷ്യൽ 0 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ നമ്മൾ ഈസി ആയിട്ട് ഫസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ഇനിയാണെങ്കിൽ ഇതിൻ്റെ LCM എടുക്കാം. അതിൻ്റെ LCM എടുക്കുമ്പോൾ നമുക്ക് 300 എടുക്കാം. ഇത് വരും 3x മൈനസ് 30, ഇത് വരും 20x മൈനസ് 20y, ഇത് വരും പ്ലസ് 30x എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയും ഭാഗം വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ 3x 20x അതുപോലെ 30x, അതായത് 53x. ഇനി മൈനസ് 20y. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ഇനിയുള്ളത് മൈനസ് 30 ആണ്. ഇത് മൈനസ് 30 ഇവിടെ വരുമ്പോൾ പ്ലസ് 30 ആയിട്ട് മാറും. സോ പ്ലസ് 30. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇവിടെ 2 വേരിയബിൾസ് ഉണ്ട്. ശരിയല്ലേ? എക്സും ഉണ്ട്, വൈയും ഉണ്ട്. സോ 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ 2 ഇക്വേഷൻ വേണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാം? ഇതുപോലെ ഈ ചെയ്ത കണക്ക് ഇവിടെയും കറണ്ട് റൂളിനെ അപ്ലൈ ചെയ്യാം. സോ ഇവിടുത്തെ കറണ്ടാണ്, കറണ്ട് ഇങ്ങോട്ട് പോവും. ഇത് ഹയർ പൊട്ടൻഷ്യലാണ്, ഇവിടുത്തെ കറണ്ട് ഇങ്ങോട്ട് പോകും. എത്രയാണ്? I4. ഇവിടുത്തെ കറണ്ട് ഇങ്ങോട്ട് പോകും, I5. ഇവിടുത്തെ കറണ്ട് ഇങ്ങോട്ട് പോകും, I6. സോ I4 I5 I6 ഇതിലാണ് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 0 കിട്ടും. I4 + I5 + I6 വിച്ച് ഈസ് ഈക്വൽ ടു 0. ക്രിച്ചോഫിൻ്റെ കറണ്ട് റൂൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ദ സം ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ 0 കിട്ടും. ഇനി I4 എത്രയാണ്? I4 എന്ന് പറഞ്ഞാൽ ഹയർ പൊട്ടൻഷ്യൽ. നോക്ക്, ഈ കേസിൽ Y ആണ് ഹയർ പൊട്ടൻഷ്യൽ. സോ ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ, അതായത് Y മൈനസ് 10 ഡിവൈഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? 60. സോ നമുക്ക് I4 കിട്ടി, പ്ലസ് I5 എത്രയാണ്? ഹയർ പൊട്ടൻഷ്യൽ Y മൈനസ് ലോവർ പൊട്ടൻഷ്യൽ X. നോക്ക്, ഈ കേസിൽ നമ്മൾ ഇതിനെയാണ് പരിഗണിക്കുന്നതെങ്കിൽ ഇവനാണ് ഹയർ പൊട്ടൻഷ്യൽ, ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 15. ഇനി പ്ലസ് I6 ഹയർ പൊട്ടൻഷ്യൽ Y മൈനസ് ലോവർ പൊട്ടൻഷ്യൽ 0 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്കതിൻ്റെ LCM എടുക്കാം. 60 എടുക്കാം. y plus 4y plus 12y 17y. ഇനി x എടുക്കാം, മൈനസ് 4x വിച്ച് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. സോ 2 ഇക്വേഷൻ ഉണ്ട്, 2 വേരിയബിൾസ് ഉണ്ട്. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിനെയും വൈനെയും കിട്ടും. ശരിയല്ലേ? ഇതെങ്ങനെ സോൾവ് ചെയ്യും? നോക്ക്, ഇത് 17y ആണ്, ഇതെന്ന് പറയുന്നത് 20y ആണ്. സോ ഞാൻ ഈ ടേമിനെ ആണെങ്കിൽ, ഇത്രയും ഭാഗത്തെ ആണെങ്കിൽ ഞാൻ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്.
സോ ഈ ഇക്വേഷനെ ഞാൻ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ ഈ ഇക്വേഷനെ ഞാനൊരു 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 4നെയും അതുപോലെ ഇക്വേഷൻ നമ്പർ 3യും തമ്മിൽ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഈ ടേംസ് ക്യാൻസൽ ആയി പോകും. സോ ഇതെന്ന് പറഞ്ഞാൽ -80, ഇതെന്ന് പറഞ്ഞാൽ 901. ആഡ് ചെയ്യുമ്പോൾ സോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 710 ഡിവൈഡ് ബൈ 821 വിച്ച് ഈസ് ഈക്വൽ ടു 0.865 എന്ന് കിട്ടും. സോ ഇത്രയും വോൾട്ടേജ് ആണ് എക്സിലുള്ളത്. ഇനി എക്സിൻ്റെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷൻ കൊടുക്കാം. സോ നമുക്ക് കിട്ടും 340y. സോ ഇതിൽ നമുക്ക് y കണ്ടുപിടിക്കാം. y വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 0.792 വോൾട്ട് എന്ന് കിട്ടും. സോ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി എന്താണ് വേണ്ടുന്നത്? ഗാലനോമീറ്ററിലൂടെ കടന്നുപോയ കറണ്ടിൻ്റെ വാല്യൂ. സോ ഗാലനോമീറ്ററിലൂടെ കടന്നുപോയ കറണ്ടിൻ്റെ വാല്യൂ ആണ് IG വിച്ച് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ. ഇതിൽ ആരാണ് ഹയർ? എക്സ് ആണ് ഹയർ. സോ 8.65 minus 7.92. So higher potential minus lower potential. Divide by resistance എത്രയാണ്? 15. Which is equal to 4.87 into 10 raised to minus 3 ആംപിയർ എന്ന് ആൻസർ കിട്ടും. സോ ഇതാണ് ഗാലനോമീറ്ററിലൂടെ കടന്നുപോയ കറണ്ടിൻ്റെ വാല്യൂ. സോ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും നമുക്ക് ആൻസർ ചെയ്യാം. സോ നിങ്ങൾക്ക് നോഡൽ മെത്തേഡ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സാധ്യമായ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോഡൽ മെത്തേഡ് വഴി ചെയ്ത് പഠിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് കൂടുതൽ എളുപ്പമായിട്ട് വരും. എൻട്രൻസ് എക്സാമിനേഷന് എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. സോ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.